സ്നേഹപൂർവ്വം സ്വാഗതം. കൗതുകകരമായ ചില ചിന്തകളിലേക്ക്. വിഷയം ലളിതമാണ്, സുന്ദരമാണ്, മധുരമാണ്. സീക്രട്സ് ഓഫ് എക്സലൻസ്. നമ്മുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭാശാലിയെ എങ്ങനെ പുറത്തിറക്കാം? നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജീനിയസിനെ എങ്ങനെ പുറത്തെടുക്കാം? വളരെ ലളിതമായ ചിന്തകളാണ്, കുഞ്ഞു കുഞ്ഞു കഥകളാണ്. ലെറ്റ് മീ ഷെയർ യു എ കുട്ടി സ്റ്റോറി. ആരുടെ വാക്കുകളാണ്? വിജയുടെ വാക്കുകളാണ്. ലെറ്റ് മീ ഷെയർ യു എ കുട്ടി സ്റ്റോറി. മനോഹരമായ പാട്ടാണ്. എന്താണ് മനോഹരമായ സിനിമ? മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ സാധിക്കുമെങ്കിൽ കാണണം. ഒരു അധ്യാപകൻ്റെ സാധ്യത എന്താണെന്ന് കറക്റ്റായിട്ട് റിവീൽ ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതിനെ കാലത്തിറങ്ങിയ നല്ല ഒരു ചലച്ചിത്രമാണ്, തമിഴ് ചലച്ചിത്രം മാസ്റ്റർ. കാണാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് എക്സലൻസിൻ്റെ സീക്രട്സ്? കുറച്ച് കുട്ടി സ്റ്റോറീസ് ആണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഒരു കുഞ്ഞ് ക്ലാസ്സിലെ 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയുടെ കയ്യിൽ കുറേ സ്വീറ്റ്സ് ഉണ്ട്, ആൺകുട്ടിയുടെ കയ്യിൽ കുറേ പെൻസിൽസും ഉണ്ട്. അവരിങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞപ്പം പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ മുട്ടായി എല്ലാം നിനക്ക് തരാം, നിന്റെ പെൻസിൽസ് എല്ലാം എനിക്ക് തരാമോ? ആൺകുട്ടിക്ക് ഭയങ്കര സന്തോഷം. അവൻ പറഞ്ഞു, വളരെ സന്തോഷം, എനിക്ക് മുട്ടായിയാണ് വേണ്ടത്. പെൺകുട്ടി സ്വീറ്റ്സ് എല്ലാം കൊടുത്തു. ആൺകുട്ടിയോ അവൻ്റെ കയ്യിലുള്ള പെൻസിൽ എല്ലാം കൊടുത്തു. അന്ന് രാത്രിയിൽ പെൺകുട്ടി സുഖമായിട്ടുറങ്ങി. ആൺകുട്ടിക്ക് ഉറക്കം വരുന്നില്ല. അവനൊരു സംശയം, എല്ലാ മുട്ടായിയും തന്ന് കാണുമോ, അതോ 1-2 എണ്ണം ആ പെൺകുട്ടി അവളുടെ കുഞ്ഞു ബാഗിൽ സൂക്ഷിച്ചിരിക്കുമായിരിക്കുമോ? അവൻ ഉറക്കം വരുന്നില്ല. എല്ലാ മുട്ടായിയും കിട്ടിക്കാണുമോ എന്നാണ് സംശയം. ആർക്കെങ്കിലും കാരണം പറയാമോ? ആ ആൺകുട്ടി എല്ലാ പെൻസിലും കൊടുത്തില്ല. മിടുമിടുക്കി. നല്ല ഒരു 1 2 1 2 3 ക്ലാപ്പ് കൊടുക്കാം. 1 2 1 2 3 1 2 1 2 3. എന്ത് ചെയ്താലും നല്ല സൂപ്പറായിട്ട് ചെയ്യണം കേട്ടോ. പറഞ്ഞത് എലോൺ മസ്ക് ആണ്. എന്ത് ചെയ്താലും A+ ആയിട്ട് ചെയ്യണം. അപ്പൊ A+ ആയിട്ട് ഒരു കൈയടി കൊടുക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാനൊരു 1 2 1 2 3 കൈയടിച്ച് കാണിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഒരു A+ ആയിട്ടൊരു 1 2 1 2 3 ക്ലാപ്പ് കൊടുത്താലോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു. 2 പ്രാവശ്യം മതി കേട്ടോ. 1 2 1 2 3 1 2 1 2 3. അവിടെ നിർത്തണം. ഞാൻ ഹായ് പറയുമ്പോൾ നിങ്ങൾ ഹലോ പറയണം. ഹലോ. 4-5 പേരുടെ കൈ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ബാക്കി എല്ലാവരുടെയും കൈ ടാറ്റ പോയെന്ന് തോന്നുന്നു. ഹലോ. കൈ മാത്രം പോരാ, മുഖത്തും കണ്ണുകളിലും ഒക്കെ ഒരു പുഞ്ചിരിയും ഒരു പ്രകാശവും ഒരു എനർജിയും സൂക്ഷിക്കണം. ഹലോ, ഹായ്. ഓക്കെ, നമ്മുടെ കുട്ടി സ്റ്റോറി നമ്പർ 1 ഇതാണ്. കോഗ്നിറ്റീവ് റെസൊണൻസ്. ചിന്ത, വാക്ക്, പ്രവൃത്തി ഒരു നേർരേഖയിൽ നിൽക്കണം. അപ്പോഴേ നമുക്ക് കുതിച്ചുയരാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഒരു ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കും, നീ ആള് ശരിയല്ല, നീ ആള് കള്ളനാണ്, നീ പറയുന്നതല്ല നീ പ്രവർത്തിക്കുന്നത്. ഒരു അമ്മ ഒരു കൊച്ചു കുട്ടിയുടെ കൂടെ ഒരു 70 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യുകയാണ് ബസ്സിൽ. കയറുന്നതിന് മുമ്പേ അമ്മ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, കണ്ടക്ടർ അങ്കിള് വന്ന് ചോദിക്കും നീ എത്രല്ല പഠിക്കുന്നതെന്ന്. അപ്പം കുഞ്ഞ് പറയണം, ഞാൻ UKG-യിലാണെന്ന് പറയണം. എത്ര വയസ്സാണെന്ന് ചോദിക്കും. അപ്പം നീ പറയണം 3.5 വയസ്സെന്ന് പറയണം. അമ്മ കുഞ്ഞിന് എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു കൊടുക്കുകയാണ് കണ്ടക്ടർ അങ്കിളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ആ കൊച്ചുകുട്ടി അങ്ങനെ തന്നെ ചെയ്തു. എത്ര രൂപ ലാഭിച്ചു? ഒരു 18-20 രൂപയാണ് ലാഭിച്ചത്. പക്ഷെ കൊച്ചിൻ്റെ ഉള്ളിൽ ഒരു വലിയ നഗ്നമായ സത്യം അമ്മ എഴുതി. ഈ സത്യം പറയണമെന്നൊന്നുമില്ല. ഒരു 18-20 രൂപ ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? കള്ളം പറയാം, കുഴപ്പമില്ല. അമ്മ അറിയാതെ കൊച്ചു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ വിജയമന്ത്രം മായ്ച്ചു കളഞ്ഞു. എന്ത്? കോഗ്നിറ്റീവ് റെസൊണൻസ്. ചിന്ത, വാക്ക്, പ്രവൃത്തി നേർരേഖയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് ഡിസണൻസ് ആകും. ആന്തരികമായ സന്തുലിതാവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ട് തുടങ്ങും. മോഹൻലാൽ പറഞ്ഞില്ലേ, കുറ്റം ചെയ്തു തുടങ്ങിയാൽ പിന്നെ എല്ലാം എന്തായി പോകും?
യാന്ത്രികമായി പോകുമെന്ന്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നറായിട്ടുള്ള എക്വിലിബ്രിയം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം യാന്ത്രികമായി പോകും. അതുകൊണ്ട് ജീവിതയാത്രയിൽ എക്സലൻസിലേക്ക് പറന്നുയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തത്വം നമ്മൾ നമ്മളോട് തന്നെ സത്യം പാലിക്കുക, നീതി പാലിക്കുക എന്നുള്ളതാണ്. 1-2 പെൻസിൽ മാറ്റി വെച്ച് ബാക്കി പെൻസിലുകൾ ആ പെൺകുട്ടിക്ക് കൊടുത്ത പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മുഴുവൻ മുട്ടായിയും കരസ്ഥമാക്കിയ കുട്ടിക്ക് രാത്രിയിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഉറങ്ങാൻ പറ്റിയില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കള്ളം പറയുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താകും? ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടു പോകും. കള്ളം പറയുന്ന സമയത്ത് അങ്ങനെയാണ് പോലീസുകാർ കള്ളന്മാരെ കണ്ടുപിടിക്കുന്നത്. പഠിച്ച കള്ളന്മാർ അതിന് വേറെ അടവുകളുണ്ട് എങ്കിൽ പോലും സാധാരണ നിലയിൽ നാം കള്ളം പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളെ എന്ത് ചെയ്ത് കളയും? ഡിസീവ് ചെയ്ത് കളയും, വഞ്ചിച്ച് കളയും. സൂക്ഷിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാകും ഇവൻ എന്തല്ല പറയുന്നത്, സത്യമല്ല പറയുന്നത് എന്ന്. അതുകൊണ്ട് സത്യം വദ ധർമ്മം ചര, സത്യം പറയണം, ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകണം. എന്താണ് സത്യം? എന്താണ് സത്യം? ഒരിക്കലും മാറ്റമില്ലാത്തതാണ് എന്ത്? സത്യം. ഒരിക്കലും മാറ്റമില്ലാത്തതാണ് എന്ത്? സത്യം. സത്യത്തെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. സത്യം ദൈവമാണെന്ന് പറയുന്നവരോടൊപ്പം ഞാനും പറയും ദൈവം സത്യമാണെന്ന്. മഹാത്മാഗാന്ധി പറയുന്നു ആത്യന്തികമായി ദൈവം സത്യമാണ്, സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നവരോടൊപ്പം ഞാനും പറയും ദൈവം സ്നേഹമാണെന്ന്. എന്നാൽ ആത്യന്തികമായി ദൈവം എന്താണ്? സത്യമാണ്. കാരണം സത്യം എന്ന് പറയുന്നതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും സത്യമില്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ പറയുന്നതെങ്കിലും എന്താകണം? സത്യമാകണം. ദൈവമില്ല എന്നുള്ളത് ഒരു സത്യമാണെന്നല്ലേ അയാൾ പറയുന്നത്. അതുകൊണ്ട് സത്യമില്ല എന്ന് പറയുന്നത് സെൽഫ് കോൺട്രഡിക്ടറി ആണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് ജീവിത വിജയത്തിൻ്റെ, എക്സലൻസിൻ്റെ ഒന്നാമത്തെ പടി ഈ ഇന്നർ ഇക്വിലിബ്രിയമാണ്, ഉള്ളിലുള്ള സ്വാതന്ത്ര്യമാണ്. സത്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. സത്യത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയൂ. രണ്ടാമത്തെ കുട്ടി സ്റ്റോറി. ലെറ്റ് മീ ഷെയർ യു എ കുട്ടി സ്റ്റോറി. വിജയ് പറയുന്നത് പോലെ രണ്ടാമത്തെ കുട്ടി സ്റ്റോറി മല കയറുന്ന 2 യാത്രക്കാരുടെ കഥയാണ്. ഒരാൾ ഇങ്ങനെ മുന്നേ പോവുകയാണ്, ഒരാൾ പിന്നിലും. മുന്നേ പോകുന്ന ആൾ ആകെ ക്ഷീണിതനാണ്, പിന്നിൽ വരുന്ന ആൾ അതിൽ കൂടുതൽ ക്ഷീണിതനാണ്. മുന്നേ പോകുന്ന ആൾ ഇങ്ങനെ നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഒരാൾ മൃതപ്രായനായി കിടക്കുന്നു. ദേഹം മുഴുവൻ മരവിച്ചു പോയി, ശരീരം മുഴുവൻ ഐസായി തുടങ്ങി. അങ്ങനെ ഒരു കഥാപാത്രമാണ് മുന്നിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അയാൾ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ആളോ, അയാൾ മൃതപ്രായനാണ്, ഉടൻ മരിക്കും. അപ്പം ഈ വഴിയാത്രക്കാരനോട്, ക്ഷീണിതനായ വഴിയാത്രക്കാരനോട് അയാൾ പറഞ്ഞു, എന്നെയും കൂടെ രക്ഷിക്കാമോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കാമോ? അയാൾ പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് അയാൾ വേഗത്തിൽ പോയി. എന്നാൽ രണ്ടാമത്തെ യാത്രക്കാരൻ കൂടുതൽ ക്ഷീണിതനാണ്. അദ്ദേഹത്തോടും ഈ മൃതപ്രായനായ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കാമോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യില്ല, അറിയില്ല, എങ്കിലും ലെറ്റ് മീ ട്രൈ, ലെറ്റ് മീ ഗീവ് ഇറ്റ് എ ട്രൈ, ഞാനൊരു പരിശ്രമം നടത്തി നോക്കാം. അപ്പോൾ ആ മൃതപ്രായനായ മനുഷ്യനെ ചാക്ക് മുതുകത്ത് ചുമക്കുന്നത് പോലെ ഐസായ ആ ശരീരം എടുത്ത് മുതുകത്തിങ്ങനെ തൂക്കി ഇയാൾ വേച്ചു മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചറിയുകയാണ്, ഇയാളുടെ ദേഹം ചൂടുപിടിക്കുന്നു. ഈ ചുമക്കുന്ന ഈ ക്ഷീണിതനായ മനുഷ്യന്റെ ശരീരം ചൂടുപിടിക്കുകയാണ്. രക്തമോട്ടമൊക്കെ വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്നു. മുതുകത്ത് കിടക്കുന്ന ആളും അയാളും അറിയുകയാണ്, അയാളുടെ ദേഹവും എന്ത് ചെയ്യുന്നു? ചൂടുപിടിക്കുന്നു. 2 ശരീരം ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ ചൂടുപിടിക്കുന്നത് പോലെ, അമ്മയുടെ നെഞ്ചിൽ നിന്ന് കുഞ്ഞ് ജീവന്റെ ചൂട് സ്വീകരിക്കുന്നത് പോലെ ഇയാൾ ഈ മനുഷ്യനെ ചുമന്നിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ 2 പേരുടെയും ദേഹം ചൂടുപിടിച്ചു. രക്തം ഓടാൻ, മൂവ് ചെയ്യാൻ ആരംഭിച്ചു. മുതുകത്ത് കിടന്ന ആൾ പറഞ്ഞു, ഇനി എനിക്ക് നടക്കാം, ഇനി എനിക്ക് നടക്കാം. അവർ ഒരുമിച്ച് 2 പേര് കൂട്ടുകൂടി പുഞ്ചിരിച്ച് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളെല്ലാം പരസ്പരം പങ്കുവെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ദേ റോഡ് സൈഡിൽ മരിച്ചു കിടക്കുകയാണ് ആദ്യം പോയ യാത്രക്കാരൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സലൻസിലോട്ടുള്ള ഒരു ജീവിതയാത്രയിൽ എനിക്ക് എൻ്റെ 5 സെന്റ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ വീട്, എൻ്റെ തൊഴിൽ, എൻ്റെ
എന്നുള്ള വാക്കിൽ നിന്ന് നമ്മുടെ 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 എന്നുള്ള വാക്കിലോട്ട് ഒരു സ്വയം ഒരു പരിവർത്തനം വരുത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രാർത്ഥന എന്താണ്? ഹൃദയം വിശാലമാകുന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. മനോഹരമായ കവിത. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? കവി എന്താണ് പാടുന്നത്? വികസനം അതു മർത്യ മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങണം. വികസനം എവിടെയാണ്? വികസനം അതു മർത്യ മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങണം. ഹൃദയം വിശാലമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെ കുട പിടിച്ചു കൊടുക്കാൻ, ഒറ്റയ്ക്കല്ല ഒരുമിച്ച് വിജയിക്കാൻ നമുക്ക് പരിശ്രമിക്കണം. ഒരിക്കലും ഒരു വ്യക്തിത്വ വികാസ പരിശീലകൻ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയിട്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു ബലൂണും കൊടുത്തു, ഒരു മൊട്ടുസൂചിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 60 സെക്കൻഡ് വരെ എന്ത് ചെയ്യും? ഞാൻ കൗണ്ട് ചെയ്യും. 60 വരെ കൗണ്ട് ചെയ്യും. 1 to 60, 60 സെക്കൻഡ്, 1 മിനിറ്റ്. അതിനുശേഷം എത്ര പേരുടെ കയ്യിൽ പൊട്ടാത്ത ബലൂൺ ഉണ്ടെന്ന് നോക്കട്ടെ. എത്ര പേരുടെ കയ്യിൽ പൊട്ടാത്ത ബലൂൺ ഉണ്ടെന്ന് നോക്കട്ടെ. അവരെല്ലാം എൻ്റെ ടെസ്റ്റിൽ വിജയിക്കും. സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും എനിക്കും അറിയാം. ഇത് പറഞ്ഞ ഉടനെ എല്ലാവർക്കും ഒരു ചിന്ത വരികയാണ്, അപ്പം ബാക്കിയുള്ളവരുടെ ബലൂൺ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. എനിക്കെന്ത് ചെയ്യണം? വിജയിക്കണം. എല്ലാവരുടെയും ബലൂൺ പൊട്ടിക്കണം. എന്നാൽ എൻ്റെ ബലൂൺ എന്ത് ചെയ്യാൻ പാടില്ല? പൊട്ടാൻ പാടില്ല. അപ്പൊ ബലൂൺ പെട്ടെന്ന് ബാക്കിലോട്ട് മാറ്റി പിടിച്ച് മുട്ടുസൂചി കൊണ്ട് 1-2 ബലൂണൊക്കെ എന്ത് ചെയ്തു? പൊട്ടിച്ചു. എന്നിട്ട് പൊട്ടാത്ത ബലൂണുമായിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. പരസ്പരം ബലൂണുകളെല്ലാം പൊട്ടിച്ച് അവസാനം ഈ പുള്ളിയുടെ കയ്യിൽ മാത്രം എന്ത് അവശേഷിക്കുന്നു? ബലൂൺ അവശേഷിക്കുന്നു. ബാക്കി 29 പേര്, 30 പേരാണ് ട്രെയിനിങ്ങിനുള്ളത്. 29 പേരും ഈ കഥാപാത്രത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് ബലമായി അയാളുടെ കൈ പിടിച്ച് ആ ബലൂണും എന്ത് ചെയ്തു? പൊട്ടിച്ചു. സങ്കടത്തോടുകൂടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ താടിക്ക് കൈ കൊടുത്ത് എല്ലാവരെയും എന്ത് ചെയ്തു? നോക്കി. ഞാൻ പറഞ്ഞത് ഈ 1 മിനിറ്റ് കഴിയുമ്പം ആരുടെയൊക്കെ കയ്യിൽ ബലൂൺ ഉണ്ടോ അവരെല്ലാം എന്ത് ചെയ്യും? വിജയിക്കും എന്നാണ്. എന്ത് ചെയ്യാമായിരുന്നു? എന്ത് ചെയ്യാമായിരുന്നു? മുട്ടുസൂചി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അനങ്ങാതെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇരുന്നാൽ മതിയായിരുന്നു. 30 പേരും എന്ത് ചെയ്തേനെ? ആ കൊച്ചു ടെസ്റ്റിൽ വിജയിച്ചു പോയേനെ. നമ്മുടെ ജീവിതയാത്രയും ഇതുപോലാണ്. അറിയാതെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ വരും, ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ കുറെ പേരെന്ത് ചെയ്യണം? തോൽക്കണം. ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ കുറെ പേര് തോൽക്കണം. ഒരിക്കൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഇന്റർനാഷണൽ ഇവന്റിൽ ഒരു വലിയ സംഭവം നടന്നു കേട്ടോ. വലിയൊരു സംഭവം. ആ സംഭവം തെലുങ്കിലെ ഒരു ചലച്ചിത്രത്തില് ചിരഞ്ജീവി നായകനായ ഒരു ചലച്ചിത്രത്തില് പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഹാഫ് ലെഗ്സ് ഒക്കെ ഉള്ള, ഓടാനും നടക്കാനും ഒക്കെ കഴിവ് കുറഞ്ഞ, ഈ നടത്തത്തിന് കൈകൾക്കും കാലുകൾക്കും ബലം കുറഞ്ഞ ആളുകൾ ഒരു ഓട്ട മത്സരത്തിലാണ് ക്രച്ചസ് ഒക്കെ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഓടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടി ഭയങ്കര മിടുക്കനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഓടി പോവുകയാണ്. നന്നായിട്ട് ഫസ്റ്റായിട്ട് ഓടി പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ആയിട്ടുള്ള ഓടിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ക്രച്ചസ് അവൻ്റെ കാലിൽ തട്ടി അവൻ എന്ത് ചെയ്തു? വീണുപോയി. അവൻ വീണപ്പോഴേക്കും വേഗത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ബാക്കി കുട്ടികളെല്ലാം എന്ത് ചെയ്തു? ഓടി മുന്നിലോട്ട് കയറി. പക്ഷെ അവരുടെ കൂടെയുള്ള ഒരു കഥാപാത്രം വീണു പോയത് കണ്ട് അവരെ മുന്നോട്ട് ഓടി ജയിക്കുന്നതിന് പകരം അവരവിടെ നിന്നു. എന്നിട്ട് പിന്നിലോട്ട് നടന്നു വന്ന ഈ കുട്ടിയെ എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എഴുന്നേൽപ്പിച്ചിട്ട് ഇവരെല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ടോടി ഒരുമിച്ച് വിജയിച്ചു. ഗാലറിയിൽ ഇരുന്ന ആളുകൾ മുഴുവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള വാക്കുകൾ മെല്ലെ ഒന്ന് കുറച്ചുകൊണ്ട് നാം, നമുക്ക്, നമ്മുടെ എന്നുള്ള വാക്കുകൾ നമ്മുടെ സംസാര ഭാഷയിൽ കൂടുതൽ എഴുതി ചേർക്കാം. ഹൃദയം വിശാലമാകുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ദൈവവിചാരം നൽകുന്ന മതങ്ങൾ നല്ലതാണ്. ദൈവവിചാരങ്ങൾ നൽകുന്ന മതങ്ങൾ നല്ലതാണ്. പക്ഷേ മതങ്ങളും എന്താകാൻ പാടില്ല?
ഒരു മതഭ്രാന്തിലേക്ക് നീങ്ങാൻ പാടില്ല. മതഭ്രാന്തിലേക്ക് നീങ്ങാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ബോധം കെട്ട് വീണാൽ ഉടനെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ പെട്ടെന്ന് പുറത്തോട്ട് കൊണ്ടുപോയി ഒരു ടാക്സി വിളിക്കുകയാണ്. പെട്ടെന്നൊരു ടാക്സി ഓടി വന്നു. അപ്പോൾ ഉടനെ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നിട്ട് ചോദിച്ചു, ക്രിസ്ത്യൻ ആണോ ഡ്രൈവർ? അല്ല. അപ്പം ഈ വണ്ടി വിട്, എന്നെ ക്രിസ്ത്യൻ ടാക്സിയിൽ എന്ത് ചെയ്താൽ മതി, കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ വണ്ടി പോയി. പിന്നെ 3-4 പ്രാവശ്യം കോൾ ചെയ്ത് അവസാനം മറ്റൊരു വണ്ടി തരപ്പെടുത്തി. വണ്ടിയിൽ ഇങ്ങനെ യാത്ര പോയി ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ഞാൻ കണ്ണുയർത്തി ചോദിക്കുകയാണ്, ഇത് ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണോ? അല്ല. അപ്പോൾ അടുത്ത ഹോസ്പിറ്റൽ തപ്പണം. അവസാനം ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ തപ്പി ക്രിസ്ത്യൻ ഡോക്ടറാണോ എന്ന് ചോദിക്കേണ്ടി വരും. പിന്നീട് ബ്ലഡ് തരേണ്ടി വരുമ്പം ക്രിസ്ത്യൻ ബ്ലഡ് എവിടെങ്കിലും കിട്ടുമോ എന്ന് തപ്പിപ്പോകേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതയാത്രയിൽ മതം നമുക്ക് ഒരു ഭ്രാന്ത് നൽകുന്ന സംഭവമായിട്ട് മാറരുത്. മതം നമുക്ക് ഈശ്വര അനുഭവം നൽകുകയും നമ്മളെ കൂടുതൽ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുകയും നമ്മളെ കൂടുതൽ വിശാല ഹൃദയമുള്ളവരാക്കി മാറ്റുകയും ചെയ്യണം. അപ്പോഴാണ് മതത്തിന് പോലും യഥാർത്ഥത്തിൽ എന്താകുന്നത്, അതിൻ്റെ അന്തസത്ത കൈവരും. ഞാൻ ഇന്ന് രാവിലെ മനോഹരമായ ഒരു കൊട്ടേഷൻ വായിച്ചു. കൊട്ടേഷൻ ഇതാണ്, പോപ്പ് ഫ്രാൻസിസിൻ്റെ കോട്ടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പറയുകയാണ്, മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഇറങ്ങിയാൽ അവർ ചെയ്യുന്നത് ദൈവസേവനമല്ല, ദൈവനിന്ദയാണ്. മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും വാളെടുത്താൽ, തോക്കെടുത്താൽ, കൊല്ലാനിറങ്ങിയാൽ, മറ്റുള്ളവരെ ഹിംസിക്കുന്ന പ്രക്രിയയിലേക്ക് ഇറങ്ങിയാൽ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്ന പ്രവർത്തികളിലേക്ക് ഇറങ്ങിയാൽ, മതം മറ്റുള്ളവരെ പരാജയപ്പെടുത്താനുള്ള ഒരു ടൂളാക്കി മാറ്റിയാൽ ആക്ച്വലി നമ്മൾ മതനിന്ദകരാണ്, ദൈവനിന്ദകരാണെന്നുള്ള മനോഹരമായ വാക്കുകൾ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കുറച്ചുകൂടെ വിശാലമാക്കാം. ഹൃദയം വിശാലമാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. മല കയറുന്നവരാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി സ്റ്റോറി. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഒരു ചെരുപ്പിൻ്റെ കുട്ടി സ്റ്റോറിയാണ്. ഒരു ചെരുപ്പിൻ്റെ ഒരു കുഞ്ഞു കഥ. അമേരിക്കൻ പാർലമെന്റിൽ ഏബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആയിരിക്കെ എതിർ കക്ഷിയിലെ ഒരു കഥാപാത്രം ഒരു ചെരുപ്പെടുത്ത് ഉയർത്തി കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ പ്രസിഡന്റ് ഏബ്രഹാം ലിങ്കന്റെ അപ്പൻ തുന്നിയ ചെരുപ്പാണ്. എന്തൊരു ട്രാജഡിയാണ് ഇത്. അമേരിക്ക പോലെ ഇങ്ങനെ മഹത്തായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരിക്കുന്നു. ഒരു വിനാശകാലം തന്നെ ഇത് എന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റ് നിശബ്ദമായി. ഭരണ പ്രതിപക്ഷ കക്ഷികളെല്ലാം അസ്വസ്ഥരായി. അദ്ദേഹം മെല്ലെ ഇരുന്നപ്പോൾ പുഞ്ചിരിയോടുകൂടെ ഏബ്രഹാം ലിങ്കൺ എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പ്രതിപക്ഷ കക്ഷിയിലെ അംഗത്തോട് ചോദിച്ചു, എങ്ങനുണ്ട് ചെരുപ്പ്? അദ്ദേഹം പറഞ്ഞു, ചെരുപ്പ് സൂപ്പർ. എത്ര വർഷമായി ഉപയോഗിക്കുന്നു? 7-8 വർഷമായി. ഇപ്പോഴും ഞാൻ ഈ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്. കേടുപാടുകൾ വല്ലതും ഇല്ല, ഇപ്പോഴും നന്നായിരിക്കുന്നു. പുഞ്ചിരിയോടുകൂടി ഏബ്രഹാം ലിങ്കൺ പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു ചെരുപ്പ് തുന്നുമ്പോൾ ഒരു ഹാർട്ട് സർജൻ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. എൻ്റെ അപ്പൻ ഒരു ചെരുപ്പ് തുന്നുമ്പോൾ ഒരു ഹാർട്ട് സർജൻ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. ചെരുപ്പ് തുന്നാനാണെങ്കിലും അമേരിക്ക ഭരിക്കാനാണെങ്കിലും നന്നായി ചെയ്യൂ, അതാണ് എൻ്റെ പോളിസി, എൻ്റെ അപ്പൻ്റെ പോളിസി എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി ഏബ്രഹാം ലിങ്കൺ പോഡിയത്തിൽ നിന്നിറങ്ങുമ്പോൾ അമേരിക്കൻ പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുത്തു ഏബ്രഹാം ലിങ്കൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എക്സലൻസിലോട്ട് കുറുക്കു വഴിയില്ല. എന്ത് ചെയ്താലും നന്നായി ചെയ്യും, പെർഫെക്റ്റായി ചെയ്യും എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ മെല്ലെ പടി കയറി എക്സലൻസിലോട്ട് കയറാനായി സാധിക്കുന്നത്. എന്ത് ചെയ്താലും എക്സലൻ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എക്സലൻ്റ് ആയി ഒരു കാര്യം ചെയ്യുകയാണ്. എന്ത്? വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. വെരി ഗുഡ്. എന്ത് ചെയ്താലും എക്സലൻ്റ് ആയി തന്നെ ചെയ്യണം. എന്ത് ചെയ്താലും എക്സലൻ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സലൻസിന്റെ പാഠമാണ്. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ എന്ത് കൂടും? ശ്രദ്ധിക്കാനുള്ള പവർ കൂടും. എങ്ങനെയാണ് PT ഉഷ ഓടി ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി മാറിയത്? PT ഉഷ ഒരു സാധാരണക്കാരി പെൺകുട്ടിയായിരുന്നു.
ജനിച്ചപ്പോഴേ ഇന്റർനാഷണൽ ഓട്ടക്കാരിയായിട്ടൊന്നുമല്ല ജനിച്ചത്. പക്ഷെ എല്ലാ ദിവസവും എന്ത് ചെയ്യും? നന്നായിട്ട് സ്കൂളിലെ കാര്യങ്ങളും ഡ്രില്ലും എല്ലാം ചെയ്യും. അപ്പം ഡ്രില്ലൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഡ്രില്ല് ടീച്ചർ നോക്കിയപ്പോൾ നല്ല നീളമുള്ള ഒരു പെങ്കൊച്ച് നന്നായിട്ട് ഓടുന്നു. ടീച്ചർ PT ഉഷയെ എടുത്ത് പറഞ്ഞു, മോളെ നിനക്ക് നന്നായിട്ട് ഓടാൻ പറ്റും കേട്ടോ, നിനക്ക് നന്നായിട്ട് ഓടാൻ പറ്റും എന്ന് ആ വാക്ക് ആര് സ്വീകരിച്ചു? ഈ കൊച്ചു പെൺകുട്ടി സ്വീകരിച്ചു. അവൾ പിന്നെ എപ്പോൾ സമയം കിട്ടിയാലും ഗ്രൗണ്ടിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. സ്കൂളിൽ ഫസ്റ്റായി, അടുത്ത ലെവൽ ഫസ്റ്റായി, അടുത്ത ലെവലിലൊക്കെ ഫസ്റ്റായിട്ട് നമ്പ്യാരെന്ന് പറഞ്ഞ നല്ല ഒരു കോച്ചിനെ കിട്ടി. ആ കോച്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഭയങ്കര കാർക്കശ്യക്കാരനാണ്, ഭയങ്കര കണിശക്കാരനാണ്. അതിരാവിലെ 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് 8 മണി 9 മണി 10 മണി വരെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. PT ഉഷയ്ക്ക് ആ പ്രാക്ടീസ് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഓടി 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 ആദ്യം PT ഉഷ കേരളത്തിൽ ഫസ്റ്റായി, പിന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് ആകുന്നു. ഏഷ്യാഡിനെ എൻ്റെ ഓർമ്മയിൽ 5 ആണോ 6 ആണോ എന്നറിയില്ല സ്വർണങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി ഈ ഇന്ത്യയിലേക്ക് ഏഷ്യാഡ് കഴിഞ്ഞ് ഈ PT ഉഷ തിരിച്ചു വരുമ്പം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരി എന്ന പേര് നേടി ആര്? PT ഉഷ. എങ്ങനെയാണ് PT ഉഷ ഈ സ്റ്റെപ്പിലോട്ട് വന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ 4ാമത്തെ സ്റ്റോറി. മെല്ലെ 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 പടിയായിട്ടാണ് PT ഉഷ എക്സലൻസിലേക്ക് കയറിയത്. എക്സലൻസിലേക്കുള്ള യാത്ര പടിയായിട്ടുള്ള യാത്രയാണ്. ആദ്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഞാൻ ടൈപ്പ് പഠിച്ച ആളാണ്. എൻ്റെ മാഷ് എനിക്ക് പറഞ്ഞു സെമിക്കോളൻ LKJ. ഞാൻ പറഞ്ഞു അടുത്തത് ഇല്ല, ഇത് തന്നെ ഇന്ന് 1.5 മണിക്കൂർ സെമിക്കോളൻ LKJ. അപ്പം ഞാൻ ടൈപ്പ് ചെയ്തു സെമിക്കോളൻ LKJ സ്പേസ്, സെമിക്കോളൻ LKJ സ്പേസ്, സെമിക്കോളൻ LKJ സ്പേസ്. അടുത്ത ദിവസം ഞാൻ മാഷിനോട് ചോദിച്ചു, എന്താണ് ഇന്നത്തെ ലെസൺ മാറ്റമൊന്നുമില്ല, സെമിക്കോളൻ LKJ തന്നെ, സെമിക്കോളൻ LKJ തന്നെ. ഓക്കെ. അപ്പൊ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസവും കഴിഞ്ഞപ്പം മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അടുത്ത 4 അക്ഷരം ASDF സ്പേസ്, ASDF സ്പേസ്, ASDF സ്പേസ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു ASDF സ്പേസ് സെമിക്കോളൻ LKJ സ്പേസ്, ASDF സ്പേസ് സെമിക്കോളൻ LKJ സ്പേസ്. ഇങ്ങനെയാണ് തുടക്കം. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് ഇങ്ങനെ വെച്ചാൽ ഏകദേശം നോക്കാതെ എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം. തുടക്കം ഇങ്ങനെയായിരുന്നു. വളരെ ഗ്രാജുവലായിരുന്നു തുടക്കം. വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ. പക്ഷെ 60 ദിവസം കഴിഞ്ഞപ്പോഴെന്താണ്? ഒരു ടെക്സ്റ്റ് കണ്ടാൽ കറക്റ്റായിട്ട് നോക്കാതെ എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ടൈപ്പ് പഠിച്ചത്. എനിക്ക് സ്പീഡൊന്നും കാര്യമായിട്ട് കൂടിയില്ല എങ്കിലും ടൈപ്പ് പഠിക്കുന്നത് ഇങ്ങനെയാണ്. തുടക്കം വളരെ സ്ലോ ആണ്. പക്ഷേ അത് ചെയ്ത് ടൈപ്പിങ്ങിൽ നമ്മൾ എന്താകുന്നു? പെർഫെക്റ്റ് ആകുന്നു. നമ്മൾ ടൈപ്പിങ്ങിൽ നമ്മൾ പെർഫെക്റ്റ് ആകുന്നു. എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് കാര്യവും ചെയ്ത് അനായാസമാക്കി മാറ്റുന്നതാണ് എക്സലൻസ് എന്ന് അരിസ്റ്റോട്ടിൽ. എന്ത് കാര്യവും ചെയ്ത് അനായാസമാക്കി മാറ്റും. അരിസ്റ്റോട്ടിലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എക്സലൻസ് ഈസ് വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. എക്സലൻസ് ഈസ് വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. എക്സലൻസ് എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായി എന്താണോ ചെയ്യുന്നത് അതാണ് എക്സലൻസ്. ആൻഡ് എക്സലൻസ് ഈസ് നോട്ട് ആൻ ആക്ട്, ഇറ്റ് ഈസ് എ ഹാബിറ്റ്. എക്സലൻസ് ഒരു പ്രവൃത്തിയല്ല, ഒരിക്കൽ ചെയ്യുന്ന പ്രവൃത്തിയല്ല, അത് ഒരു ശീലമാണ്. എക്സലൻസ് ഒരു ശീലമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്ത് കാര്യവും മെറ്റിക്കുലസ് ആയിട്ട് 4, 5, 6 വർഷം ചെയ്താൽ നമ്മൾ അതിൽ മാസ്റ്റർ ആകും. കേരളത്തിലെ ആളുകളൊക്കെ PSC ടെസ്റ്റിന് അപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു പോകും? മറന്നു പോകും അപേക്ഷിച്ച കാര്യം. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ എന്ത് വരും? ഹോൾ ടിക്കറ്റ് വരും. അപ്പം നമ്മൾ ഓർക്കും, ഞാൻ അപേക്ഷിച്ചായിരുന്നു, ഒപ്പ് ചെക്ക് ചെയ്യും, എൻ്റെ ഒപ്പ് തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റാങ്ക് ഫയൽ വാങ്ങും. 10, 15, 20 ദിവസം എന്ത് ചെയ്യും? പഠിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? തോറ്റ് തിരിച്ചു പോകും. കാരണം ചുരുക്കം ചില ആളുകൾ അപേക്ഷിക്കുന്നതിന് മുമ്പേ എന്ത് തുടങ്ങി? പ്രിപ്പറേഷൻ തുടങ്ങി. നമ്മൾ അവസാനത്തെ ലാപ്പിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഓടുന്നുള്ളൂ. അനേക നാളുകളുമായിട്ട് PT ഉഷ ഓടിയതുപോലെ ഓടി പടി കയറിയ അനേകം ആളുകളുമായിട്ടാണ് നാം മത്സരിക്കുന്നത്. ഒരു കുടിൽ കെട്ടാനാണെങ്കിലും ഒരു കൊട്ടാരം കെട്ടാനാണെങ്കിലും ഒരു സമയത്ത് എന്ത് വെക്കണം?
ഒരു കട്ടയാണ് വെക്കേണ്ടത്. ഒരു കുടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും ഒരു സമയത്ത് 5 കട്ട വെക്കത്തില്ല, ഒരു സമയത്ത് ഒരു കട്ടയാണ് വെക്കുന്നത്. അത് ഫിക്സ് ചെയ്ത് അടുത്ത കട്ട ഗ്രാജുവലായിട്ട് മെല്ലെ 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 പടിയായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. കുടിൽ വേണ്ടവർക്ക് കുടില്, കൊട്ടാരം വേണ്ടവർക്ക് എന്ത് കൊട്ടാരം. അതെന്താണ് നമ്മുടെ ചോയ്സ് ആണ്. ഒരു പ്യൂണായാൽ മതിയെങ്കിൽ അത്രയും എഫേർട്ട് എടുത്താൽ മതി. ഒരു ഓഫീസർ ആകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കണം. ഒരു IAS ഓഫീസർ ആകണമെന്നുണ്ടെങ്കിലോ 4, 5, 6, 7 വർഷം നിതാന്തമായ ജാഗ്രതയോടുകൂടെ നാം പഠിത്തത്തിലും വായനയിലുമൊക്കെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വരും. മെല്ലെയാണ് ബിൽഡ് ചെയ്യുന്നത്. ഒരു കുടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സലൻസിലേക്കുള്ള പടി എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് ബിൽഡ് ചെയ്യുന്ന പടികളാണ്, ഒരുമിച്ച് വരുന്നതല്ല. തുള്ളിയായിട്ടാണ് നാം എക്സലൻസിലേക്ക് കയറുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5ാമത്തെ ഒരു രഹസ്യം, എക്സലൻസിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം, എക്സലൻസിൻ്റെ പിന്നിൽ എന്തുണ്ടാകണം? ഒരു സ്വപ്നം ഉണ്ടാകണം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. എ ഡ്രീം is not what we see in sleep. A dream is something that would not let us sleep. നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സ്വപ്നം ഉണ്ടാകണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. ആ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ നമ്മളെ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് നയിച്ച് വലിയ ലെവൽസിലോട്ട് എത്തിക്കുന്നു. വലിയൊരു സ്വപ്നം ഉണ്ടാകണം. ചെറിയ സ്വപ്നം കാണുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. വലിയ സ്വപ്നം കാണണം. വലിയ സ്വപ്നം കണ്ട് വലിയ പദവിയിൽ എത്തിയാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ധാരാളം ആളുകൾക്ക് സപ്പോർട്ടും സർവീസും ഒക്കെ കൊടുക്കാനാകും. വലിയൊരു സ്വപ്നം കണ്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ആളുകൾക്ക് വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ പറ്റും. പലപ്പോഴും നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഒരാളങ്ങ് നന്നായി പോയാൽ നമുക്കത് മോശമാണെന്ന്. മോശമാണോ ഒരാൾ നന്നാവുന്നത്? ഒരാൾ നന്നാവുന്നത് മോശമാണോ? ഒരാൾ ഒരു വലിയ ഉദ്യോഗസ്ഥനാകുന്നത് നമുക്ക് നല്ലതാണോ മോശമാണോ? നമുക്ക് നല്ലതാണ്, നാടിന് മുഴുവൻ നല്ലതാണ്. ഒരാൾ നന്നായി കഴിഞ്ഞാൽ അയാൾ ഒരു നല്ല വീട് വെക്കും. ഇനി ഒരാൾ നന്നായി കഴിഞ്ഞ് നല്ല വീട് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ 2 മക്കളെ പഠിപ്പിക്കാൻ 2 ടീച്ചേഴ്സിന് ജോലി കൊടുക്കും. ഒരാൾ നന്നായി നല്ല വീട് വെച്ച് നല്ല ജോലിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ എന്ത് ചെയ്യും? കാര്യങ്ങൾ ക്രമീകരിക്കും. അങ്ങനെ ഒരു നല്ല വീട് വന്നു കഴിയുമ്പം ന്യായമായിട്ട് നല്ല വീടൊക്കെ ഉള്ള ഏരിയ, നല്ല ലൊക്കാലിറ്റിയാന്ന് പറഞ്ഞ് 1, 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യും? വീട് വെക്കും. അങ്ങനെ ഒരു സെന്റിന് 30,000, 40,000 ഒക്കെ കിടന്ന വസ്തു എന്ത് ചെയ്യും? 50,000, 70,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ ആയിട്ട് പോകും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരാളുടെ വികാസം അനേകർക്ക് തൊഴിൽ നൽകും. ഒരാളുടെ വികാസം അവിടെ ഒരു വീടുണ്ടാക്കാൻ അനേകം പേർക്ക് 1 വർഷക്കാലത്തോളം ജോലി പ്രൊവൈഡ് ചെയ്യാൻ ആ വീട് കാരണമാകും. മാത്രമല്ല ആ സ്ഥലം ഡെവലപ്പ് ചെയ്യും, ആ സ്ഥലത്തിന് മാറ്റു കൂടും, വില കൂടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അവനങ്ങ് നന്നായി, അവൻ അത്രയ്ക്ക് അങ്ങ് എന്ത് ചെയ്യണ്ട, നന്നായി പോകണ്ട. പൊതുവെ പറയാറുണ്ട്, എന്താണ്, എൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ത് ചെയ്യണം? ഒന്ന് കരയണം, ആ കണ്ണൊന്ന് നനഞ്ഞെന്ത് ചെയ്യണം? കാണണം. ബ്രദർ ചത്താലും വേണ്ടിയില്ലെന്ന് പറഞ്ഞ് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ബ്രദർ ഒന്ന് ചത്താലും വേണ്ടിയില്ല, പക്ഷെ അവളൊന്ന് എന്ത് ചെയ്യണം? കരഞ്ഞ് കാണും. ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. കാരണം എന്താണ്, നന്നായി പോകട്ടെ എന്നുള്ളതല്ല, എങ്ങനെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, കൂടുള്ളവരൊന്ന് സങ്കടപ്പെടുന്നത് കാണണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. യഥാർത്ഥ സംസ്കാരം എന്താണെന്നറിയാമോ? കരയുന്നവരോടൊപ്പം കരയുന്നതും ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കുന്നതുമാണെന്ത് യഥാർത്ഥ സംസ്കാരം. കാർഡിനൽ ന്യൂമാൻ്റെ വാക്കുകൾ, എ ജെന്റിൽമാൻ ഈസ് വൺ ഹു നെവർ ഇൻഫ്ലിക്ട്സ് പെയിൻ ഓൺ അതേഴ്സ്. ആരെയും മുറിവേൽപ്പിക്കാത്ത കഥാപാത്രമാണ് ഒരു മാന്യൻ, ഒരു ജെന്റിൽമാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് കുറച്ചും കൂടെ ഉയർന്ന് പറക്കാൻ നമുക്ക് ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കാം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ രസകരമായ ഒരു കഥയാണ് എൻ്റെ 6ാമത്തെ പ്രധാനപ്പെട്ട കുട്ടി സ്റ്റോറി. പ്രിയപ്പെട്ടവരെ, വളരെ കൗതുകരമായ ഒരു കഥയാണ്. കണക്കിന് മണ്ടിയായ ഒരു പെങ്കൊച്ച്, കണക്കിന് 5ാം ക്ലാസ്സിൽ 7 മാർക്ക്. ടീച്ചർ 2 ചെവിയും പിടിച്ചെന്ത് ചെയ്തു? നുള്ളി, വല്ലാതെ നുള്ളി ചെവിയിൽ പരിക്കേൽപ്പിച്ചു. സങ്കടത്തോടുകൂടെ ഈ പെൺകുട്ടി വീട്ടിലിരുന്ന് കരഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം കണ്ണ് തുടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പെൺകുട്ടി തീരുമാനിക്കുകയാണ്, എപ്പോഴും ഞാൻ ഇനി ആദ്യം എന്തെടുക്കും? കണക്കെടുക്കും. ഞാൻ ഇനി എന്തെടുക്കും?
കണക്കെടുക്കും. ആദ്യം കണക്കെടുത്ത് തന്നെ പഠിക്കും. അങ്ങനെ എപ്പോഴും കണക്കെടുത്ത് പഠിച്ച് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് കണക്കിന് 7 മാർക്ക് കിട്ടി. പെൺകുട്ടിക്ക് 50ൽ 48ആയി. ഏറ്റവും കൂടുതൽ മാർക്ക് കണക്കിന്. അത് കഴിഞ്ഞ് +2 കണക്കെടുത്ത്, ഡിഗ്രി കണക്കെടുത്ത്, MSc കണക്കെടുത്തൊക്കെ വലിയ മാർക്കോടുകൂടെ പാസ്സായി. BEdന് കണക്കെടുത്ത് നല്ല മാർക്ക്, MEdന് കണക്കെടുത്ത് കോളേജിലെ ടോപ്പറായിട്ട് UGC ടെസ്റ്റൊക്കെ പാസ്സായി. 2008 BEd കോളേജിലെ ടീച്ചറായി. എന്താ പണി എന്നറിയാമോ? കണക്ക് ടീച്ചർമാരെ പരിശീലിപ്പിക്കുക. ഇതാണ് പണി. കണക്ക് ടീച്ചർമാരെ പഠിപ്പിച്ച് എടുക്കുക. ഇത് മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിലെ മാത്സിലെ ടീച്ചർ ഡോക്ടർ ദീപ്തി എലിസബത്ത് മാത്യുവിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വലിയ ദൈവഭാഗ്യം, ദീപ്തി എൻ്റെ ഭാര്യയും കൂടെയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ. അങ്ങനെ കണക്കിൽ തോറ്റ് കിടന്ന കഥാപാത്രം PhD എടുത്ത് ഡോക്ടർ ദീപ്തി എലിസബത്ത് മാത്യു ആയി. കണക്കിന് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടെ എങ്ങനെ വേഗത്തിൽ കണക്ക് പഠിക്കാം എന്നുള്ളതാണ് PhDക്ക് എടുത്ത വിഷയം. നമ്മുടെ ഉള്ളിൽ വലിയ സാധ്യതകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം അധികവും സമയം വളരെ കുറവുമാണ്. നല്ലൊരു പദ്ധതി തയ്യാറാക്കാം. 1 വർഷത്തേക്കുള്ള പദ്ധതിയല്ല, 5, 6, 7, 8 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങളൊരു പദ്ധതി തയ്യാറാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. അപ്പം നല്ല ഒരു ചടുലമായ ഒരു പദ്ധതി തയ്യാറാക്കി വരുന്ന 5, 6, 7 വർഷത്തേക്കും ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ചസ് ഒക്കെ കേട്ട്, വളരെ മോട്ടിവേഷണലായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എല്ലാ ദിവസവും വായിച്ച്, മധു ഭാസ്കറിൻ്റെ വീഡിയോസൊക്കെ കേൾക്കാം. വളരെ എൻകറേജിങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോസാണ്. എൻ്റെ മാജിക് മോട്ടിവേഷനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. എല്ലാ ദിവസവും ഞാൻ മോട്ടിവേഷണൽ ഐഡിയാസ് യൂട്യൂബിലൂടെ യുവജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഐഡിയാസ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് 5, 6, 7 വർഷം ഇങ്ങനെ കണക്കാക്കി നമുക്ക് എന്ത് വയ്ക്കാം? ഒരു കൊട്ടാരം പണിതുയർത്താം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൊട്ടാരക്കര തൃക്കണ്ണമംഗലത്താണ് എൻ്റെ ജനനം. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണ കുട്ടിയായിട്ടാണ് എന്ത് ചെയ്തത്? വളർന്നു വന്നു. വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉള്ള ഒരു ബാല്യകാലവും ഒക്കെ ആയിരുന്നു. പഠിക്കാൻ ഭയങ്കര മിടുക്കനൊന്നും അല്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നി, ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടെ എന്ത് ചെയ്യണം? വായിക്കണം, കുറച്ചുകൂടെ അധ്വാനിക്കണം, ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കണം. ഒരു ദിവസം 5, 6, 7 മണിക്കൂറൊക്കെ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി, ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഫ്യൂച്ചറിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനായി മാറാനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് നേടാനും അങ്ങനെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ PhD നേടാനും ഓൾ ഇന്ത്യ റേഡിയോയിൽ 82 പ്രഭാഷണങ്ങൾ നൽകാനും ഒക്കെ എനിക്ക് സാധിച്ചത് എന്താണ്? കുറച്ചും കൂടെ വലിയൊരു സ്വപ്നം കണ്ട് അതിന് ആനുപാതികമായ ഒരു എഫേർട്ട് എടുത്തത് കൊണ്ടാണ്. വലിയ സാധ്യതകളുണ്ട് നമുക്ക് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായി 3 ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. SMTW -- പെട്ടെന്ന് എഴുതണം. അറിയാവുന്നവർ എഴുതിക്കോ. ഉത്തരം എഴുതി പേപ്പറിനകത്ത് വെക്കണം. SMTW -- ലളിതമായ ചോദ്യമാണ്. SMTW -- ഒരു ക്ലൂവും കൂടെ തരാം. മൊത്തം 7 എണ്ണമാണ്. ആണ് ക്ലൂ. ആർക്കെങ്കിലും കിട്ടിയോ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. കറക്റ്റ് ഉത്തരം കിട്ടിയവർക്ക് ഒരു സ്റ്റാർ ഇടാം. രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം, പുരുഷന്മാരും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം ഏത്? പെട്ടെന്ന് എഴുതാം, മിണ്ടരുത്, ഉത്തരം എഴുതിയാൽ മതി. സ്ത്രീകളും പുരുഷന്മാരും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം ഏതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വെരി ഗുഡ്. സമയം കഴിഞ്ഞു. ആരെങ്കിലും ഫെബ്രുവരി എഴുതിയോ? വെരി ഗുഡ്. കുറേ പേര് എഴുതി. 28, 29 ദിവസമല്ല ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറച്ച് നമ്മൾ സംസാരിക്കുന്ന മാസം ഫെബ്രുവരി മാസം തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം, ക്യാൻ യു ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്? ഉത്തരം പറയണ്ട, എഴുതുക. ക്യാൻ യു ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്? ഞാൻ 5 വരെ എണ്ണാം. 1, 2, 3, 4, 5. കീപ് ദ പെൻ ഡൗൺ.
ഓക്കെ, നോ എന്നുള്ളതാണ് ഉത്തരം. ആരെങ്കിലും നോ എഴുതിയോ? നോ എഴുതിയവർക്കെല്ലാം ഒരു സ്റ്റാർ. കറക്റ്റ് ഉത്തരമാണ്. യെസ് എഴുതിയാലും ശരിയാണ് കേട്ടോ, യെസ് എഴുതിയാലും ശരിയാണ്. അതാണ് എൻ്റെ 4ാമത്തെ ചോദ്യം. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്. ശ്രദ്ധിക്ക്, ഒരു ക്ലൂവും കൂടെ തരാം. ക്യാൻ യു ഡ്രോ എ ബാഗ് വിത്ത് 20 ആപ്പിൾസ്? 1 2 3 4 5 6 7 8 9 10 11 20 ആപ്പിൾസ്. ക്യാൻ യു ഡ്രോ എ ബാഗ്, ബിഗ് ബാഗ് വിത്ത് 20 ആപ്പിൾസ്? പറ്റുമോ? പറ്റുമല്ലോ. അത് വേണ്ട, അത് വരയ്ക്കണ്ട. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്. പെട്ടെന്ന് ഞാൻ 5 വരെ എണ്ണാം. 1 2 3 4 5. ദാണ്ട് ഇവിടെ ഒരു മിടുമിടുക്കി ഉത്തരം എഴുതി കഴിഞ്ഞു. പേന താത്ത് വെച്ചോ. എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ്. എ ബാഗ് വിത്ത് 20 ആപ്പിൾസ് എന്ന് പറയുന്നത് ബാഗ് ഒരു റെക്ടാങ്കിൾ ആണല്ലോ. അതിനകത്ത് 20 ആപ്പിൾസ് ആണ് നമ്മൾ വരച്ചത്. പകരം ആ ബാഗിനകത്ത് എന്ത് വരച്ചാൽ മതി? 3 ലൈൻസ് വരച്ചാൽ എ റെക്ടാങ്കിൾ വിത്ത് 3 ലൈൻസ് ആയി. നമുക്ക് ലെഫ്റ്റ് ബ്രെയിനും ഉണ്ട്, റൈറ്റ് ബ്രെയിനും ഉണ്ട്. റൈറ്റ് ബ്രെയിൻ ആണ് ക്രിയേറ്റീവ് ബ്രെയിൻ, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ലെഫ്റ്റ് ബ്രെയിൻ മാത്രം പോരാ കേട്ടോ, റൈറ്റ് ബ്രെയിനും കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഒരാൾക്കേ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. ആർക്ക്? നമുക്ക്. നമ്മളെ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. ഒരു കൊച്ചുകുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഒരു പുട്ടുണ്ടാക്കിത്താ അമ്മ. അമ്മ ഒരു പുട്ടുണ്ടാക്കി. അവൻ അതിൻ്റെ അകത്തെ തേങ്ങ മാത്രം എന്ത് ചെയ്തു? തിന്നു. പുട്ട് തിന്നില്ല. എന്നിട്ട് അവൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ തേങ്ങ വെച്ചൊരു പുട്ടുണ്ടാക്കിത്താ അമ്മ. അമ്മ പറഞ്ഞു, അത് വയറിന് നല്ലതല്ല. കരയാൻ തുടങ്ങി, ബഹളമായി. ബഹളം സഹിക്ക വയ്യാതെ അമ്മ എന്ത് ചെയ്തു? ഒരു തേങ്ങാപ്പുട്ടുണ്ടാക്കി കൊടുത്തു. ഒരു തേങ്ങാപ്പുട്ട് അവൻ വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് സുഖമായിട്ട് തിന്നു. അടുത്ത ദിവസം രാവിലെയും കൊച്ചു പറഞ്ഞു, ഇന്നും തേങ്ങാപ്പുട്ട് മതി. ഭയങ്കര ബഹളം. അമ്മ പഠിച്ച പണി 18 നോക്കി, നിൽക്കുന്നില്ല. കുട്ടി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അമ്മ അവസാനം ഒരു തേങ്ങാപ്പുട്ട് കൂടെ ഉണ്ടാക്കി കൊടുത്തു. ഒരു തേങ്ങാപ്പുട്ട് കൂടെ. അന്നും അവനാൽ പഞ്ചസാര നന്നായിട്ടിട്ട് എന്ത് ചെയ്തു? അത് കഴിച്ചു. വൈകുന്നേരമായപ്പോഴത്തേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി. വയറുവേദന, കലശലായ വയറ് വേദന. ഈ കുട്ടിയെ നമ്മളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. നമുക്കും എന്തു മതി? പറ. തേങ്ങാപ്പുട്ട് മതി. ആർക്കും കാതലായ കാര്യങ്ങൾ വേണ്ട. ആരുടെ ഓർമ്മയാണ് വായനാ ദിനം? എനിബഡി? സ്റ്റുഡൻസിൽ ആരെങ്കിലും ഒരാൾ? ആരുടെ ഓർമ്മയാണ് വായനാ ദിനം? ഓക്കെ, വേറെ ആരെങ്കിലും? കേരളത്തിലെ വായനാ ദിനം P.N. പണിക്കർ. ഞാൻ ചുമ്മാതെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഷേക്സ്പിയറും ഒരു അക്സെപ്റ്റബിൾ ആൻസറാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാതലായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കണം. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കുക. കാതലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? വായിക്കാനായിട്ട് പരിശ്രമിക്കുക. കാതലായ കാര്യങ്ങൾ വായിക്കാനായിട്ട് പരിശ്രമിക്കുക. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കുക. എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുക. നല്ല ആർട്ടിക്കിൾസൊക്കെ വായിക്കാനും നല്ല ഐഡിയാസ് ഗ്യാദർ ചെയ്യാനും ഈടുറ്റ ഗ്രന്ഥങ്ങൾ വായിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. ഫേസ്ബുക്കും വാട്സാപ്പും ടിക്ടോക്കും അങ്ങനെയൊക്കെയുള്ള ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ വേണോ? വേണം. പുട്ടിനിടയ്ക്ക് തേങ്ങാപ്പീര പോലെ വലിയ സ്വപ്നം കാണാൻ നമുക്ക് വലിയ വിജയത്തിലേക്ക് കുറിക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. രാമേശ്വരം കടൽ തീരത്തു നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക്, ലോക ചരിത്രത്തിലേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, മഹാനായ എഴുത്തുകാരൻ, അധ്യാപകൻ, പ്രചോദനാത്മകമായി സംസാരിക്കുന്ന പ്രതിഭാശാലിയായ പ്രഭാഷകൻ വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയി. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി പങ്കുവെച്ച് വിശാലമായ ഒരു വൃത്തം വരച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസകൾ. നല്ല സ്വപ്നം കാണാൻ ആകട്ടെ. ഒരു ചെടി വളരുന്നത് പോലെ സന്തുലിതമായി വികസിക്കാനാവട്ടെ. ഹൃദയം വിശാലമാക്കിക്കൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നല്ല ആശംസകൾ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. താങ്ക് യു.